ഇപ്പോൾ വീട്ടിൽ 2 പേരുണ്ട്. ഒരാൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതുപോലെ സോയാബീൻ ബിരിയാണി വെക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചിക്കൻ കറി വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും അടിപൊളി റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ സോയാബീൻ മാരിനേറ്റ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി അല്ല കുറച്ച് കൂടുതലിട്ടുള്ള ഗരം മസാല, പിന്നെ ഉപ്പ്. അല്ല ഗരം മസാല എന്താ എത്ര കൂടുതലിട്ടത്? ഗരം മസാലയാണ് ആണ് ഞാൻ കൂടുതൽ ഇടാറ്, അത് നമ്മുടെ പ്രിഫറൻസ് ആണ്. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നും ഈ സോയയില് മസാല പിടിക്കാൻ ഇച്ചിരി പാടാണ്. ഗരം മസാല കുറച്ച് കൂടുതലിടുന്നത് നന്നായിരിക്കും എപ്പോഴും. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സോയിലിട്ടിട്ട് മിക്സ് ചെയ്യാനല്ലേ? സോയ ആ വെള്ളം പിഴിഞ്ഞിട്ട് ഇതിലിടണം. ഓക്കെ. നമ്മൾ മുളക് പൊടി വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, കാരണം മോളുള്ളതുകൊണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇത് പിഴിഞ്ഞ വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലിടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് എത്ര നേരം വെക്കണം മാരിനേഷൻ? ഒരു 20 മിനിറ്റ്സ്. ഓക്കെ. ഇത് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റിന് മേലെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യണേ. ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം, മാക്സിമം മസാല പിടിക്കാനായിട്ട്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണേ കുക്കറിലോട്ട്. പിന്നെ ബേ ലീഫ്, പിന്നെ എന്താണ് ഇട്ടത്? ഏലക്കായ അല്ലേ? പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയുള്ളി, സവാള വളരെ നൈസായിട്ട് അരിഞ്ഞു കേട്ടോ. 2 ചെറിയ സൈസ് സവാള, അത് കുറച്ച് ഉപ്പ്, ഈ സൈഡ് നമ്മുടെ സോയാബീൻ്റെ ബിരിയാണി നടക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇത് മറ്റേ നമ്മുടെ സോയാബീൻ ബിരിയാണീൻ്റെ അടുത്താണ്. അതിൽ നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പേസ്റ്റാണ്. ഇത്തിരി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, തക്കാളിയുടെ പുളി ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ടാണ്. കറിയിലോട്ട് നമ്മൾ കുറച്ച് ബേ ലീഫും ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഗൈൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊരു 2 ടീസ്പൂൺ ആട്ടോ ഇതിൻ്റെ അളവ്, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. ഇതിലോട്ട് കുറച്ച് വലിയ സൈസ് സവാളയാണെങ്കിൽ 2 എണ്ണം. നിങ്ങൾ ചിക്കൻ എടുക്കുന്ന പോലെ കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരു 1/2 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ആവശ്യത്തിന്. കുറച്ചും കൂടി ഗരം മസാല ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തില്ലേ, അതിലെന്തെങ്കിലും കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഈ സമയത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ കറീൻ്റെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം നമ്മൾ ചെറിയ ടീസ്പൂൺ ആട്ടോ ഇട്ടിരിക്കുന്നത്. 1.25 ടീസ്പൂൺ ഗരം മസാല. ഇതിലോട്ട് തക്കാളി അടിച്ചത്, ഇത് മീഡിയം സൈസാണ് കേട്ടോ. കുറച്ച് തൈരും കൂടി, കട്ട തൈരാണ് ഇടുന്നത്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ചിക്കൻ കറി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. സോയാബീൻ മാരിനേറ്റ് നേരെ കുക്കറിട്ട് ഇടുകയാണ്. ബാലൻസ് മസാലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, കളയണ്ട കേട്ടോ, നല്ല ഫ്ലേവർ ആയിരിക്കും. ജസ്റ്റ് ഒരു കുറച്ച് നേരം വെച്ച് ഇതിനെ വേവിച്ചെടുക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല കുക്കർ, ജസ്റ്റ് അത് മസാല പിടിക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ ഉണ്ടോ ലൈറ്റായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വേവിക്കാൻ നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചിക്കൻ കറിയിലോട്ടാണ്, കുറച്ച് നമ്മുടെ ബിരിയാണിയിലോട്ടാണ്. ചിക്കൻ്റെ ബേസ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. നിലവിൽ വെള്ളം നോക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് ചിക്കൻ കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചിട്ട് വെള്ളം ഇറങ്ങും കുറച്ച് ചിക്കൻ. അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് കേട്ടോ. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട് കാർത്തി. ഇത് റോസ് കൈമ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് അറൌണ്ട് മാർക്കറ്റിൽ എത്രയാണ് 115 120 ആണ് കിലോ റേറ്റ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് ആട്ടോ റോസ് കൈമ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അളവിന് വേണ്ടി പറഞ്ഞാണ്. ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. റൈസ് ഒന്ന് ജസ്റ്റ് ഒരു ഫ്രൈ ആവണ രീതിയിൽ. അപ്പം ചില റൈസ് ഒട്ടി നിൽക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അരി എടുത്ത് അതേ ഗ്ലാസ്സിലാണ് ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും, കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഈ ഫ്ലെയിമിൽ കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് വെക്കുക. ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ ഉപ്പ് കുറച്ച് പൊടിക്ക് മേലോട്ട് നിൽക്കണം കേട്ടോ, കുറച്ച്, എന്നാലാണ് കറക്റ്റ് ഉപ്പ് കിട്ടുക. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. മല്ലിയില നമുക്ക് ഇന്ന് കടയിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഒരുപാട് നേരം ചെയ്യേണ്ട, ഒരു 2 to 3 മിനിറ്റ് തിളച്ചാൽ മതി. എന്നിട്ട് അടച്ച് വെക്കുക. ശേഷം ഏറ്റവും ലോല് ഫ്ലെയിം വയ്ക്കുക. 10 മിനിറ്റ് കുക്ക് ചെയ്യുക. വിസിലൊന്നും വരില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റൈസ് മൊത്തം ഉടഞ്ഞു പോകും. കേട്ടോ, എന്താ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ മീഡിയത്തിൽ കുക്ക് ചെയ്തെടുക്കുക. മല്ലിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മേത്തി ലീഫ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഓഫ് ചെയ്യും. തുറക്ക്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് കുഴകുടാന്ന് ഫീൽ ചെയ്യെങ്കിലും തണുത്ത് കഴിയുമ്പോഴേക്കും സംഭവം റെഡി ആവും കേട്ടോ.
ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻസിൽ അറിയിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി കമൻസിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും നിറയെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.